ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. എൻ്റെ പ്രാക്ടീസിൽ ഗർഭിണികളെ ചികിത്സിക്കുന്ന എൻ്റെ ഒരു പരിചയത്തിൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഗർഭിണികൾക്ക് തീരെ അറിയാത്ത ഒരു കാര്യം ഗർഭകാലത്ത് എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എത്ര പ്രാവശ്യം ഭക്ഷണം കഴിക്കണം എന്നുള്ളതിനെ പറ്റിയാണ്. വീട്ടിലുള്ളവർ ഗർഭിണിയാകുമ്പോൾ തുടങ്ങി പറഞ്ഞു തുടങ്ങും, ഇനി ഒരാൾക്കുള്ള ഭക്ഷണം കഴിച്ചാൽ പോരാ, 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല തന്നെ. കാര്യം ഈ കുഞ്ഞിന്, ഗർഭിണിയായ ഒരു അമ്മയ്ക്ക് ഗർഭകാലത്ത് വേണ്ടത് ഒരു 300 കാലറിയാണ് കൂടുതലായിട്ട് വേണ്ടത്. നമ്മൾ സാധാരണ എത്ര കഴിക്കുന്നോ അതിൽ നിന്ന് ഒരു 300 കാലറി കൂടുതലായിട്ട് വേണം. പ്രസവിച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു 400 കാലറിയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 300 കാലറി കൂടുതൽ കിട്ടണമെങ്കിൽ ഗർഭിണി എന്തൊക്കെ കഴിക്കണം? നമ്മൾ സാധാരണ കഴിക്കുന്ന ആഹാരങ്ങളുടെ പേരിൽ ആഹാരം പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് പാല്, ഒരു ദോശ, ഒരു പഴം, ഇത്രയും കഴിച്ചു കഴിയുമ്പോൾ ഈ 300 കാലറി അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ എക്സ്ട്രാ ഫുഡ്, അതായത് 2 പേർക്കുള്ള ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല തന്നെ. അതിന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, ഗർഭമാണ് എന്ന് പറഞ്ഞ് വാരി വലിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ എക്സ്ട്രാ കഴിക്കുമ്പോഴുള്ള പ്രശ്നം, അതായത് അധികമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഗർഭിണിയുടെ ശരീരഭാരം വളരെ കൂടുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഒരു സാധാരണ ഭാരമുള്ള ഗർഭിണിക്ക് പ്രസവകാലത്ത് 12 തുടങ്ങി 14 കിലോ വരെ കൂടാം. അതായത് നമ്മൾ ഗർഭം തുടങ്ങി 9 മാസത്തിനകം ഒരു 14 കിലോയാണ് നമുക്ക് കൂടാവുന്നത്. നമ്മളുടെ ഭാരം ഗർഭം തുടങ്ങുമ്പോൾ തന്നെ അധികമാണെങ്കിൽ ഇത്രയും ആവശ്യമില്ല, ഇത്രയും കൂടുന്നതിൻ്റെ ആവശ്യമില്ല. ഒരു 6 തൊട്ട് 10 കിലോ വരെ മതിയാകും. അപ്പോൾ നമ്മൾ എന്ത് തരം ഭക്ഷണം കഴിക്കണം? നമ്മൾ സ്ത്രീകളോട്, നമ്മൾ ഗർഭിണികളോട് നിങ്ങൾ ഭക്ഷണം കഴിക്കണം, സാധാരണ പോലെ ഭക്ഷണം കഴിക്കുന്നതിൽ ഇന്നതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അവർ തലയാട്ടും. ഞാൻ പലപ്പോഴും ചെയ്യാറ്, ഞാൻ ചികിത്സിക്കുന്ന ഗർഭിണികളുടെ ഭക്ഷണക്രമം ശരിയല്ല എന്നുണ്ടെങ്കിൽ അവരോട് 2 ദിവസത്തെ ഭക്ഷണം എനിക്ക് ഫോട്ടോ ആയിട്ട് അയച്ചു തരാൻ പറയും. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, രാവിലെ ദോശ, ഒരു സാമ്പാർ അല്ലെങ്കിൽ ഒരു ചട്നി, ഉച്ചയ്ക്ക് കൂമ്പാരം കൂട്ടി ചോറിൻ്റെ അറ്റത്ത് 2 മീൻ കഷ്ണം, പിന്നെ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ കറി, ഒരു ഒഴിച്ച് കറി. ഉച്ചയ്ക്ക് വൈകുന്നേരം ഒരു ചായ, അതിൻ്റെ കൂട്ടത്തിൽ എണ്ണപ്പലഹാരങ്ങളാണ് പലപ്പോഴും, ചിപ്സ്, അച്ചപ്പം, മുറുക്ക്, ഇങ്ങനത്തെ കാര്യങ്ങൾ. രാത്രി വീണ്ടും ചോറ്, അല്ലെങ്കിൽ ദോശ, അല്ലെങ്കിൽ ചപ്പാത്തി, അല്ലെങ്കിൽ പുട്ടിൻ്റെ കൂടെ തന്നെ പുട്ടും പഞ്ചസാരയും പഴവും മാത്രം കഴിക്കുന്നവർ വളരെയധികമുണ്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം ഞാൻ കാണുന്നത് ഗർഭിണികൾ പ്രോട്ടീൻസ് കഴിക്കുന്നത് കുറവാണ്. പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? അതിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ, അതായത് സസ്യഭക്ഷണം മാത്രം കഴിക്കുന്നവരാണെങ്കിൽ പ്രോട്ടീൻസ്, പാടമാറ്റിയ പാല് ഒരു നല്ല സോഴ്സാണ്. മുട്ട കഴിക്കുന്നവരാണെങ്കിൽ മുട്ടയുടെ വെള്ള നല്ല സോഴ്സാണ്. പയറുവർഗ്ഗങ്ങൾ ഏത് തരം പയറും കഴിക്കാം. ചെറുപയർ, കടല, സോയ വളരെയധികം പ്രോട്ടീൻസ് ഉള്ള ഒരു ഭക്ഷണമാണ് സോയ. അതിൻ്റെ കൂട്ടത്തിൽ പനീർ, ഈ വക കാര്യങ്ങളൊക്കെ അവർക്ക് കഴിക്കാം. പിന്നെ പയറുവർഗ്ഗങ്ങളെല്ലാം തന്നെ പച്ചക്കറികളുടെ കൂട്ടത്തിൽ ബീൻസ്, നീളൻ പയർ, ഇതൊക്കെ തന്നെ ഉൾപ്പെടുത്താം. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ ഒരു ഒഴിച്ചുകറിയും ഒരു മീനിലും നിർത്തുന്നതിന് പകരം ഒരു പയറ് തോരൻ, ഒരു ഇലക്കറി, ചീരയോ മുരിങ്ങയിലയോ വെച്ചുള്ള ഒരു കറി, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുട്ടയുടെ വെള്ള മാത്രം എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അതല്ല, വൈകുന്നേരം 4 മണിക്കുള്ള ഭക്ഷണത്തിന് പകരം നമുക്ക് ചെറുപയർ വേവിച്ചത്, കടല വേവിച്ചത്, അല്ലെങ്കിൽ സോയയും പച്ചക്കറികളും കൂടെ ചേർത്തൊരു പ്രിപ്പറേഷൻ, ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴും ചപ്പാത്തിയുടെ കൂടെ ഒരു കറിയാക്കുന്നതിന് പകരം ഒരു ദാൽ കറിയും ഒരു ഇലക്കറിയും ആക്കാം. പാടമാറ്റിയ പാല് തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കുക. മുട്ട വണ്ണമുള്ളവരാണെങ്കിൽ മുട്ടയുടെ മഞ്ഞ കഴിക്കാതെ മുട്ടയുടെ വെള്ള കഴിക്കാം. ഈ ഇടയ്ക്കുള്ള ഭക്ഷണം 2 മുട്ടയുടെ വെള്ള സ്ക്രാമ്പിൾ ചെയ്തും കഴിക്കാവുന്നതാണ്. അതിൻ്റെ അകത്ത് കുറച്ച് പച്ചക്കറികൾ നിറച്ച് ഇടണം. പിന്നെ നമ്മൾ വളരെയധികം കുറവ് കാണുന്ന ഒരെണ്ണം സാലഡ്സാണ്.
ഗർഭിണികൾ ദിവസവും ഒരു പാത്രം പച്ച, അതായത് വേവിക്കാത്ത സാലഡ്സ് അരിഞ്ഞ് ഉപ്പും കൂട്ടി, ഉപ്പോ ഒരിത്തിരി കുരുമുളക് പൊടിയോ ഒക്കെ ചേർത്ത് സ്വാദ് മാറ്റി കഴിക്കേണ്ടതാണ്. അതുപോലെ ഏതെങ്കിലും ഒരു പഴവർഗ്ഗം, ഒന്നുകിൽ ഒരു പഴമാകാം, അല്ലെങ്കിൽ പലതരം പഴങ്ങളുടെ ഒരു കുറേശ്ശെ എടുത്ത് ഒരു അസോർട്ട്മെൻറ്റും ആകാം. ഇതിൻ്റെ കൂട്ടത്തിൽ 2 ലിറ്റർ വെള്ളവും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഭക്ഷണം ബാലൻസ്ഡ് ആയി എന്ന് പറയാം. ഒരു പ്ലേറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 4/1 ഭാഗം കാർബോഹൈഡ്രേറ്റ്, 4/1 ഭാഗം പ്രോട്ടീൻ, 4/1 ഭാഗം പച്ചക്കറികളുമായിരിക്കണം. പഴവർഗ്ഗങ്ങൾ 4/1 അപ്പം തന്നെ കഴിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമയത്തും കഴിക്കാം. ഈ ഒരു ഭക്ഷണക്രമം തുടരുകയാണെങ്കിൽ അത് ഒരു പ്രഗ്നൻസിയിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയാം. ആരോഗ്യകരമായ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യാം. നന്ദി, നമസ്കാരം.